നിങ്ങളുടെ മനസ്സിൻ്റെ റിമോട്ട് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സംഭവിക്കാതിരിക്കാൻ പഠിക്കേണ്ട 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. 1. എല്ലാവരുടെയും അഭിപ്രായം സത്യമല്ല. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അവരുടെ അഭിപ്രായം മാത്രമാണ്, അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. ഒരാൾക്ക് നിങ്ങൾ വളരെ നല്ല വ്യക്തിയായിരിക്കാം, മറ്റൊരാൾക്കാകട്ടെ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ മൂല്യം മാറുന്നുണ്ടോ? ഇല്ല. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. 2. എല്ലാത്തിനും ഉടൻ പ്രതികരിക്കേണ്ടതില്ല. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ ഉടൻ മറുപടി പറയുന്നത് എളുപ്പമാണ്, പക്ഷേ ചില സമയങ്ങളിൽ ഏറ്റവും ശക്തമായ മറുപടി മൗനമാണ്. ഒരു മെസ്സേജ് കണ്ട ഉടനെ റിപ്ലൈ ചെയ്യേണ്ടതില്ല. ഒരു വാക്ക് കേട്ട ഉടനെ പ്രതികരിക്കേണ്ടതില്ല. കുറച്ച് സമയം നിശബ്ദമായി ഇരിക്കുക. ചിലപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നും, അതിന് ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്ന്. റിയാക്ഷൻ കുറച്ച് റെസ്പോൺസ് കൂട്ടുക, അതിലാണ് ഇമോഷണൽ സ്ട്രെങ്ത്. 3. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അവസാനം ഏറ്റവും കൂടുതൽ നിരാശപ്പെടുന്നത് സ്വയം തന്നെയായിരിക്കും. നിങ്ങൾ നോ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ദേഷ്യം തോന്നിയേക്കാം. നിങ്ങളുടെ ബൗണ്ടറീസ് പാലിച്ചാൽ ചിലർ നിങ്ങളെ സെൽഫിഷ് എന്നും വിളിച്ചേക്കാം. പക്ഷേ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ജീവിതം ജീവിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും അപ്രൂവൽ തേടി ജീവിക്കേണ്ടതില്ല. നല്ല മനുഷ്യനായിരിക്കുക, പക്ഷെ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തി എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടതില്ല. 4. കഴിഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഇന്നത്തെ ദിവസം നൽകരുത്. കഴിഞ്ഞുപോയ ഒരു സംഭവം, ഒരു പരാജയം, ഒരു തെറ്റായ തീരുമാനം, ഒരു ബന്ധത്തിലെ വേദന, ഇവയെല്ലാം ഓർത്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ നശിപ്പിക്കരുത്. കഴിഞ്ഞത് മാറ്റാൻ കഴിയില്ല, പക്ഷേ ഇതിൽ നിന്നും പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. സ്വയം ചോദിക്കുക, ഈ സംഭവത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്? അത് മനസ്സിലായാൽ പഴയ ആ വേദന ഒരു ഭാരമാവില്ല, അതൊരു പാഠമായി മാറും. 5. നിങ്ങളുടെ ശ്രദ്ധ എവിടെ കൊടുക്കണമെന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ അറ്റൻഷനാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ്. ആരെന്ത് പറഞ്ഞു, ആരാണിത് പോസ്റ്റ് ചെയ്തത്, ആരാണ് നിങ്ങളെ അൺഫോളോ ചെയ്തത്, ആരാണ് നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ സമയം, സ്വന്തം ജീവിതത്തിന് ശ്രദ്ധ നൽകാൻ സമയമുണ്ടാവില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ചോദിക്കുക, ഇപ്പോൾ എൻ്റെ ശ്രദ്ധ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവിടെ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 6. നിങ്ങളുടെ സ്വന്തം ശബ്ദം കേൾക്കാൻ പഠിക്കുക. പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ ഒരുപാടുണ്ട്. നിനക്കിത് പറ്റില്ല, ഈ പ്രായത്തിൽ എന്തിനാണോ ഇത്, ആളുകൾ എന്തു പറയും, ഇത് വിജയിക്കില്ല. പുറത്തുനിന്ന് പല പല ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയേണ്ട വ്യക്തി നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദിവസവും കുറച്ച് സമയം നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുക. എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? എന്താണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്? എൻ്റെ അടുത്ത ചെറിയ ചൂട് എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം മാത്രം നിങ്ങൾ കേൾക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ സമാധാനത്തിന് വില കൊടുക്കുക. ജീവിതത്തിൽ എല്ലായ്പ്പോഴും മറുപടി പറയേണ്ടതില്ല. എല്ലാ വാദങ്ങളും ജയിക്കേണ്ടതുമല്ല. എല്ലാ ബന്ധങ്ങളും നിലനിർത്തേണ്ടതുമല്ല. ചില കാര്യങ്ങൾ വിട്ടുകളയുന്നത് ഒരിക്കലും പരാജയമല്ല, അത് മെച്യൂരിറ്റിയാണ്. നിങ്ങളുടെ മെൻ്റൽ പീസ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും ഒരുപടി പിന്നിട്ട് പോകാൻ പഠിക്കുക. കാരണം സമാധാനമുള്ള മനസ്സാണ് ശക്തമായ മനസ്സ്. അവസാനമായി ഒരു ചെറിയ മൈൻഡ് എക്സസൈസ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പേപ്പർ എടുക്കുക. അതിൽ 3 കാര്യങ്ങൾ എഴുതുക. 1. ഇന്ന് എന്നെ അസ്വസ്ഥമാക്കിയ കാര്യം എന്താണ്? 2. അതിൽ എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? 3. നാളെ ഞാൻ ഡിഫറൻ്റ്ലി ചെയ്യാൻ പോകുന്ന കാര്യം ഏതാണ്? ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇതേ പ്രാക്ടീസ് തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ മനസ്സ് ഓരോ കാര്യത്തോടും ഉടൻ പ്രതികരിക്കുന്നതിന് പകരം ചിന്തിച്ച് പ്രതികരിക്കുവാൻ തുടരും. അതാണ് യഥാർത്ഥ മൈൻഡ് ട്രെയിനിങ്. ഓർക്കുക, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നത് എല്ലായ്പ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, എന്തിന് നമ്മുടെ എനർജി നൽകുന്നു, ഇവയെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ റിമോട്ട് മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുക. മൈൻഡ് സെറ്റ് മാറുമ്പോൾ
ജീവിതത്തെ കാണുന്ന രീതിയും മാറും. ലവ് യു ഓൾ, ബി ഹാപ്പി.